2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF എങ്ങാനും ജയിച്ചു പോയാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. പൊട്ടിത്തെറി തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിൽ ധാരണയായി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ AI ഗ്രൂപ്പുകൾ തമ്മിൽ ധാരണയിലെത്തിയതാണോ അതല്ല ലാറ്റിൻ കാത്തോലിക് സമുദായത്തിന് കോൺഗ്രസ് കീഴടങ്ങിയതാണോ? ഈ ചർച്ച കോൺഗ്രസിനകത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സത്യത്തിൽ രണ്ടും നടന്നു എന്ന് വേണം പറയാൻ. AI ഗ്രൂപ്പുകൾ മേയർ സ്ഥാനം പങ്കിട്ടെടുത്തു 2.5 വർഷം എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ രണ്ട് ഗ്രൂപ്പുകളും ലാറ്റിൻ കത്തോലിക് സമുദായത്തിന് കീഴടങ്ങാൻ മറന്നതുമില്ല. അതും അവർ നടപ്പാക്കി. എന്നാൽ കോൺഗ്രസിനകത്ത് ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ചർച്ചയായി മാറിയത് ദീപ്തി മേരി വർഗീസിനെ മേയറാക്കാത്തതിനെ സംബന്ധിച്ചാണ്. ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് മേയർമാരെ കണ്ടെത്തിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എല്ലാ കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞു, അതനുസരിച്ചാണ് തീരുമാനമെടുത്തത് എന്നാണ് കൗൺസിലർമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. എന്നാൽ എല്ലാ കാര്യത്തിലും ഇത്തരമൊരു തീരുമാനം വരണം, ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥയുണ്ടാകണം എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. ആർക്ക്? പ്രതിപക്ഷ നേതാവ് VD സതീശന്. ആ വാക്കുകൾ കേൾക്കാം. പാർട്ടിയിലെയും പാർലമെന്ററി രംഗത്തെയും എല്ലാ പദവികളിലും ഇങ്ങനെയൊരു ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ആളുകൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാ കാര്യത്തിലും ഇങ്ങനെ കീറിക്കെട്ടി ഭൂരിപക്ഷം പരിശോധിക്കുന്ന രീതി ഇനി പാർട്ടിക്കൊരു അതൊരു മാനദണ്ഡമാവുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ഭൂരിപക്ഷ പ്രകാരമാണ് തീരുമാനിക്കുന്നത് എന്ന് വരികിൽ അതൊരു പാർട്ടിയിലൊരു പുതിയ നോംസാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് ചുമതല ഉണ്ടായിരുന്നതാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ചുക്കാനും പിടിച്ചതും എല്ലാ നേതൃത്വം നൽകിയതും എല്ലാ കാര്യങ്ങളും നിർവഹിച്ച അദ്ദേഹമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അടക്കം അഭിപ്രായമുള്ള തീരുമാനമാണല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ട് ഇനിയിപ്പോ ഇങ്ങനെയൊരു പല പേരുകൾ വന്നാൽ പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് ഇനിമേൽ മാനദണ്ഡം എന്ന് വരികിൽ അതിനെ തെറ്റാണ് എതിർക്കാൻ കഴിയില്ലല്ലോ. മാത്യു കുഴൽനാടൻ ഉന്നം വെക്കുന്നത് VD സതീശനെ തന്നെയാണ്, പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ്. എങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായത്? MLA-മാർ പിന്തുണ നൽകിയത് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിൽ സ്വാധീനം ഉറപ്പിച്ച് ആ സ്വാധീനം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു VD സതീശനെന്ന് എല്ലാവർക്കും അറിയാം. KC വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയാണ് ആ നീക്കം നടന്നത്. ഭൂരിപക്ഷ MLA-മാർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചപ്പോഴും പ്രതിപക്ഷ നേതാവായി VD സതീശൻ വന്നു. അക്കാര്യം ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ പറയുകയും ചെയ്യുന്നുണ്ട്, എന്താണ് അന്ന് സംഭവിച്ചത് എന്ന്. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത്തരമൊരു തീരുമാനമെടുത്തത് എങ്ങനെ, എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. മാത്യു കുഴൽനാടൻ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതോടൊപ്പം അജയ് തറയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മേയർ സ്ഥാനം പങ്കുവച്ചതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും AICCക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതും കൂടി കേൾക്കാം. KPCC നിർദ്ദേശിച്ച ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ മേയറെ പ്രഖ്യാപിച്ചത്. കൗൺസിലർമാരുടെ അടുത്ത് ഇത്രയും കാലം ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്തില്ലാത്ത ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം അതിതീവ്രമായി തലേ ദിവസം രാത്രി രംഗത്തിറങ്ങി. കേരളത്തിലെ കോൺഗ്രസിനകത്ത് സപ്രസ് ചെയ്ത് വെച്ചിരുന്ന, കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഇത്രയും കാലം കുറെ കാലമായി നമ്മളെല്ലാം മനസ്സ് നൊന്ത് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം പുറത്തെടുത്ത് തീവ്ര ഗ്രൂപ്പ് ഉണ്ടാക്കി മാറ്റിയിരിക്കുന്നു. ആ തീവ്ര ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം. ദീപ്തി മേരി തന്നെ ചെയർപേഴ്സണാകും മേയറാകുമെന്ന ധാരണയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായി പോയി എന്നൊരു വിലാപമായി ഞങ്ങൾക്കുള്ളൂ. പ്രതിപക്ഷ നേതാവാണ് ഇതിനെല്ലാം ഉത്തരവാദി. പ്രതിപക്ഷ നേതാവാണ് മറുപടി പറയേണ്ടത്. ഇതാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന കൗൺസിലർമാരിലെ ഏറ്റവും മുതിർന്ന നേതാവായ KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടി പറയണം എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ആവശ്യം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇതിന് ചാർജ് കൊടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കാൻ
ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച എന്നതിനപ്പുറം ഞാൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പിടിവാശിയോ എന്തെങ്കിലും വേണമെന്നോ ഞാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരാവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല. പിന്നെ അവർ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നത് KPCC നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്തിരുന്നു. പാർട്ടിയുടെ ഉന്നത സമിതിയിലുള്ള ആളുകളെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം എങ്ങനെ കേൾക്കണം എന്നുള്ളത് KPCC പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് KPCC നേതൃത്വമാണ്. ഇനി ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ ലത്തീൻ സഭ സമ്മർദ്ദം ചെലുത്തിയൊന്നും എനിക്കറിയില്ല. ലത്തീൻ സഭ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇന്നയാളെ വേണം ഇന്നയാളെ വേണ്ട എന്ന് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ചട്ടങ്ങളൊന്നും പാലിക്കാതെ പോലുള്ള നീക്കമില്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഒരു കൂട്ടായ നീക്കമാണോ അങ്ങനൊന്നും എനിക്കറിയില്ല. പക്ഷേ കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം തേടിയത് സുതാര്യമായിരുന്നെങ്കിൽ ദീപ്തി മേരി വർഗീസിന് ഇവരുടെ പിന്തുണ കൂടുതൽ ലഭിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ ഏൽപ്പിച്ച ആള് പ്രതിപക്ഷ നേതാവാണ്. ഞാനത് വർക്ക് ചെയ്തു. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് ഗ്രൂപ്പിന് അതീതമായി എല്ലാ പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ഇടയിൽ പാർലമെന്ററി പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു മത്സരമുണ്ടാക്കി എനിക്ക് ഭൂരിപക്ഷം നേടണം എന്നുള്ള നിലയ്ക്ക് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരുടെ എല്ലാം പിന്തുണ എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് അടി പൊട്ടി എന്നർത്ഥം. തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. അതും കോർപ്പറേഷന്റെ മേയർ ആരാകണം എന്നതിനെ ചൊല്ലി. ഇനിയിപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് അടി തുടരുന്നതേയുള്ളൂ. അതുമാത്രമല്ല, ഇതിനകം തന്നെ ഘടകകക്ഷികൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് എതിരെ, പ്രതിപക്ഷ നേതാവിന് എതിരെ. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ ഗ്രൂപ്പ് തമ്മിലുള്ള അടികൾ, അധികാരം പിടിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം, ഇതൊക്കെയാണ് കോർപ്പറേഷന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാം കാണുന്നത്. എന്ന് വെച്ചാൽ 2026 നിയമസഭയിലേക്ക് എങ്ങാനും UDF ജയിച്ചു വന്നാൽ എന്തായിരിക്കും കോൺഗ്രസിലെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി, മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയൊക്കെ വലിയ അടിയും തമ്മിലടിയുമായിരിക്കും. സമുദായ സംഘടനകളുടെ, മുസ്ലിം ലീഗിന്റെ ഒക്കെ ഇടപെടൽ എങ്ങനെ എന്നൊക്കെയുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.